ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഇടത്താവളങ്ങളിലെ സൗകര്യം ഒരുക്കലാണ് പരമപ്രധാനം അല്ലേ. അതോടൊപ്പം ഒരു പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ ഇപ്പോൾ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന മേഖലയിലെ അസൗകര്യങ്ങൾ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ദൗർഭാഗ്യകരമായ വസ്തുത. പരിമിതമായ വെർച്വൽ ബുക്കിംഗ് സൗകര്യങ്ങളിൽ അയ്യപ്പന്മാർ വലയുന്ന കാഴ്ചയും നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നതാണ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും എരുമേലി എന്നും ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ഒരിടം തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇതിലെ ഓരോ പ്രശ്നങ്ങളും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട്, സർക്കാർ അധികൃതർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട്, അവ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം കാണാനോ അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനോ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അയ്യപ്പന്മാരുടെ വർധനവ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലകാല സീസൺ ആരംഭിച്ച ആദ്യ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അത്തരത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഇത്രയ്ക്കധികം ഭക്തന്മാർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് കൂടുമെന്നുള്ള കാര്യത്തിൽ വേറൊരു തർക്കമില്ല. പക്ഷേ ഇവിടെയാകട്ടെ ശുചീകരണ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ്. ശൗചാലയങ്ങളുടെ പ്രവർത്തനം ഇപ്പോഴും പൂർണ്ണ തോതിൽ സജ്ജമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ അനുഭവപ്പെട്ടിരുന്നു. അവിടങ്ങളിലെല്ലാം ഇപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലടക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെളി നിറഞ്ഞ വാഹനങ്ങൾ തെന്നിപ്പോകുന്ന കാഴ്ചകളുണ്ട്. ഒപ്പം തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ്, നമുക്കറിയാം ഏറെ വിമർശനം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങുകൾ പരിമിതപ്പെടുത്തുന്നതും സ്പോട്ട് ബുക്കിങ്ങുകൾ ഇല്ലാതാക്കുന്നതും പല പല പേരുകളിലേക്ക് അത് മാറ്റി സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. അപ്പോഴെല്ലാം ഇടത്താവളങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും, അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഒരുക്കും എന്ന് തന്നെയാണ് ദേവസ്വം മന്ത്രിമാരും ബന്ധപ്പെട്ട അധികൃതരും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ എരുമേലിയിലെ കാഴ്ച എന്ന് പറയുന്നത് ഇന്നലെ ഇവിടെ എത്തിയ അയ്യപ്പന്മാർ, ഇന്നലെ രാവിലെ എത്തിയ അയ്യപ്പന്മാർ, ആദ്യ രാവിലെ എത്തിയ അയ്യപ്പന്മാർക്ക് പലപ്പോഴും വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടിയാണ് ഈ ശബരിമലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകൾ ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ 2 ജീവനക്കാരെ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വെർച്വൽ ക്യൂ സംവിധാനം ഇപ്പോൾ എരുമേലിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഇത്രയധികം അയ്യപ്പന്മാർ എത്തുന്ന, അതായത് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാരിൽ ഭൂരിഭാഗവും 90% അയ്യപ്പന്മാരെത്തുന്ന ഇടമാണ് എരുമേലി എന്ന് പറയുന്നത്. അവിടെ ഇത്തരം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഇടത്ത് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകളാണ് അയ്യപ്പന്മാർക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. പക്ഷേ അപ്പോൾ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അയ്യപ്പന്മാർ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കാനനപാതയുടെ വിഷയമാണ്. കാനനപാത കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. അത്തരത്തിൽ അവിടെയും വേണ്ട രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കാനനപാത വഴി കടന്നു വരുന്നവരുടെ എണ്ണം കുറവാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും അതും വർദ്ധിക്കുമ്പോൾ അവിടുത്തെ ഏതാണ്ട് 8ഓളം ഇടത്താവളങ്ങളുണ്ട്. അവിടെ 8ഓളം താവളങ്ങളുണ്ട്. ആ താവളങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷങ്ങളിലടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും പല സ്ഥലങ്ങളിലും അയ്യപ്പന്മാർ അത് വലിയ രീതിയിൽ രോഷാകുലരാകുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ കാനനപാത എന്നുള്ളത്. അവിടങ്ങളിലെ അസൗകര്യങ്ങൾ ഒരുപക്ഷെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കാനനത്തിനുള്ളിൽ അയ്യപ്പന്മാർ ആചാരപരമായി വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടങ്ങളിലേക്ക് വരുന്നുള്ള ദിവസങ്ങളിൽ എല്ലാ അസൗകര്യങ്ങളും പരിഹരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി മിഥുൻ, പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ ഭക്തജന തിരക്ക് കൂടുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇപ്പോഴും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനങ്ങളും വളരെ പരിമിതമാണ് എന്നാണ് മിഥുൻ അയ്യപ്പൻ അവിടെ നിന്നും പറയുന്നത്.